ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരുവിധ ആളുകളൊക്കെ നേരിടുന്നൊരു പ്രശ്നമാണല്ലോ മുടി കൊഴിച്ചിൽ. അപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല കട്ടിയിൽ വളരാൻ ആവശ്യമായിട്ടുള്ള ഒരു എണ്ണ തയ്യാറാക്കുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള റോസ്മേരി വെച്ചിട്ടുള്ള ഒരു ഓയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എണ്ണ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ആവശ്യമുള്ളത് കറ്റാർവാഴയാണ്. നമ്മളിവിടെ 1 ലിറ്റർ എണ്ണ വെച്ചിട്ടാണ് എണ്ണ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ വലിയ സൈസുള്ള 3 കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് റോസ്മേരിയാണ്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അതുപോലെ ഡ്രൈ ആയിട്ടുള്ള റോസ്മേരി ലീവ്സ് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരു 6 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1 ലിറ്റർ എള്ളെണ്ണയിലാണ്. കറ്റാർവാഴ എടുക്കുമ്പോൾ ഇതിൻ്റെ 2 സൈഡിലുള്ള ഈ മുള്ളുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു ബൗളിലേക്കുള്ളതുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് എണ്ണ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ എള്ളെണ്ണയാണ് തലയിൽ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ എള്ളെണ്ണ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എള്ളെണ്ണ അല്ല വെളിച്ചെണ്ണയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. ഇതേ അളവിൽ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി എടുത്താൽ മതി. ഇതാ എണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ബൗള്, വലിയൊരു ബൗള് കറ്റാർവാഴ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കറ്റാർവാഴ അതുപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ചൂടായി വരണം കേട്ടോ. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്താണ് നമുക്കിതിലേക്ക് റോസ്മേരി ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. ഇതിലുള്ള സത്തൊക്കെ ഒന്ന് എണ്ണയിലേക്ക് ഇറങ്ങണം. ഈ എണ്ണൻ്റെ തിളക്കണ പദം ഉണ്ടല്ലോ, അതൊന്ന് പോയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ എണ്ണയ്ക്ക് ഉണ്ടാവും. പിന്നെ എള്ളെണ്ണ യൂസ് ചെയ്തത് കൊണ്ടാണ് എണ്ണൻ്റെ കളറ് ചേഞ്ച് ആയത് മനസ്സിലാവാത്തത്. വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കളറായിരിക്കും നമ്മുടെ എണ്ണയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം അരിച്ചെടുത്തിട്ട് കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എത്ര വേസ്റ്റാണ് വന്നത് എന്നുള്ളത് അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ എണ്ണ ഞാൻ കുപ്പിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. 1 ലിറ്റർ എള്ളെണ്ണ വെച്ചിട്ടാണ് എണ്ണ തയ്യാറാക്കിയത്. അതിൽ ഇപ്പോൾ ഒരു 2 ടീസ്പൂൺ എണ്ണയ്ക്ക് നമുക്ക് കുറവായി കിട്ടിയിട്ടുള്ളൂ. ബാക്കി എല്ലാ മുഴുവൻ നമ്മൾ ആഡ് ചെയ്ത മുഴുവൻ എണ്ണയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാണ് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള അരിച്ചെടുത്തിട്ടുള്ള വേസ്റ്റ്. ഇതാ കുറച്ച് അത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് കുറച്ച് വേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി ഈ എണ്ണ നമുക്ക് ആഴ്ചയിൽ 1-2 ദിവസങ്ങളിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. സ്ഥിരമായിട്ട് ഉപയോഗിച്ചും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുക. എല്ലാവരും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക, ഉണ്ടാക്കി നോക്കുക. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും റിസൾട്ടൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.